വെൽക്കം ടു ഗുഡ്വിൽ പാചകം. ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാർബിക്യൂ ഗ്രിൽ ചിക്കനാണ്. അത് ചാർക്കോൾ വെച്ചാണ് ചെയ്യുന്നത്. ചാർക്കോളിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഫാറ്റെല്ലാം കട്ടായി താഴത്തേക്ക് പോകും. ഫുഡ് നല്ല ഹെൽത്തി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ മാരിനേഷൻ ചെയ്തതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ഉള്ളി, ഡ്രൈ ചില്ലി, റോസ്മേരി, ഒറിഗാനോ, തൈം, ഒണിയൻ, ഗ്രീൻ ചില്ലി, ലൈം, ഗാർലിക്. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിൽ, മസ്റ്റാർഡ് സോസ്, സോൾട്ട്, ക്രഷ് ബ്ലാക്ക് പെപ്പർ. ചിക്കൻ മാരിനേഷൻ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ബ്ലെൻഡ് ചെയ്ത സോസാണിത്. ഇത് നമുക്ക് ചിക്കനിൽ നന്നായി പുരട്ടി കൊടുക്കുക. പുരട്ടി 2 മണിക്കൂർ മിനിമം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് മാരിനേഷൻ ചെയ്യേണ്ടത് എന്ന വിധം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഗ്രിൽ ചിക്കൻ എന്ന വീഡിയോയിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കഴിക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. നമുക്ക് 2 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിത് ഗ്രില്ലിന് മുകളിലേക്ക് വയ്ക്കാം. നമ്മളൊന്ന് മറച്ച് വെക്കുകയാണിത്. ഒന്ന് മറച്ചിടുക. ഇനി കുറച്ച് ഓയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം തീ ഒന്ന് ആളി കത്തും. ആരും പേടിക്കണ്ട. ഈ സ്പ്രേയറിൽ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് വൈനും ഓയിലും മിക്സാണ്. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ അടുത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇടയ്ക്കൊന്ന് മറിച്ചിങ്ങനെ നോക്കണം എത്രത്തോളം ഗ്രില്ലായിട്ടുണ്ട് എന്നുള്ളത്. കുറച്ചുകൂടി വൈൻ സ്പ്രേ ചെയ്യാം. ഈ സൈഡ് ഒന്ന് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ നല്ല സ്മോക്ക് വരും. ആ സ്മോക്കെല്ലാം ചിക്കൻ അബ്സോർവ് ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് നമുക്ക് വെജിറ്റബിൾ ഞാൻ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, ക്യാപ്സിക്കം, ക്യാബേജ് എന്നെല്ലാമാണ്. അതെല്ലാം നമുക്ക് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾ റെഡിയാക്കണം. ഗ്രില്ല് ചെയ്യണം. ഇനി നമുക്ക് വെജിറ്റബിൾ ഗ്രില്ല് ചെയ്യണം. അതിനുവേണ്ടി വെജിറ്റബിൾ ഞാൻ എല്ലാം ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഒണിയൻ, ക്യാബേജ്, ബീൻസ്. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന വെജിറ്റബിൾ. ഇത് നമുക്ക് കുറച്ച് ബട്ടറും ഓയിലും മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് ഗ്രില്ലാക്കി എടുക്കണം. കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗാർലിക് ഇട്ടിരിക്കുകയാണ്. പതുക്കെ സോട്ട് ചെയ്തിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് വെജിറ്റബിൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഓണിയൻ, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ക്യാരറ്റ്. ഇതെല്ലാം കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
തണുത്ത വെള്ളത്തിലേക്ക് കോരിയിടണം. കോരിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് കോരിയിടണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കളറ് നിലനിർത്താൻ പറ്റുള്ളൂ. കളറുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും. നല്ല കളർഫുള്ളാണ്. എല്ലാ വെജിറ്റബിളും ഉണ്ട്, കളർഫുള്ളാണ്. പച്ച, വെള്ള, ഓറഞ്ച്. ഇനി നമുക്കിതിലേക്ക് സോൾട്ടും പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പറും ഇട്ട് കൊടുക്കണം. പെപ്പർ നന്നായി മിക്സ് ചെയ്യുക. നന്നായി പാനിൽ കിടന്ന് നല്ല ഗ്രില്ലാവണം. ബട്ടർ ഓയിൽ അധികം ചേർത്ത് കൊടുക്കരുത്. അധികം ചേർത്ത് കൊടുത്താൽ സോൾട്ടേ ആയി പോകും. ആ ഗ്രില്ലിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. നമ്മുടെ വെജിറ്റബിൾ സോട്ടേ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വെജിറ്റബിൾ എല്ലാം നല്ല ഗ്രില്ലായിട്ടുണ്ട്. അതിലെ കളർ കാണുമ്പോൾ നമുക്കറിയാം. ഇത് ബാർബിക്യൂ സോസാണ്. ബാർബിക്യൂ ഗ്രിൽ ചിക്കൻ്റെ മെയിൻ അക്കമ്പനിമെൻ്റാണ് ബാർബിക്യൂ സോസ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ ഡിഷ് ഔട്ട് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ. നമുക്കൊരു ഗ്രിൽ ടൊമാറ്റോ കൂടി വയ്ക്കാം. നല്ല ഭംഗിയാവും. നമ്മുടെ ബാർബിക്യൂ ചിക്കൻ തയ്യാറാണ്. ഇതാണ് ശരിക്കും ഉള്ള ബാർബിക്യൂ ചിക്കൻ. നമ്മുടെ റെസിപ്പി ഫോളോ ചെയ്യുക, തയ്യാറാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് കമൻസ് എല്ലാം അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.